ഇറാനിലെ 140 ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് US സെൻട്രൽ കമാൻഡ്. ഹോർമുസിലൂടെ കടന്നുപോയ കപ്പലിന് നേരെ IRGC ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് സൈനിക നടപടി. കപ്പൽ ആക്രമിച്ച നീക്കം ഇറാന്റെ ബുദ്ധിശൂന്യമായ നടപടിയെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാനിൽ വീണ്ടും അതിശക്തമായ ആക്രമണമാണ് US സെൻട്രൽ കമാൻഡ് നടത്തിയത്. 140 ഇടങ്ങളിൽ ആക്രമണമുണ്ടായി എന്നാണ് സ്ഥിരീകരണം. ശക്തമായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവച്ചതായും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമുസിലൂടെ കടന്നുപോയ കപ്പലിന് നേരെ IRGC ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ സൈനിക നടപടി. സൈപ്രസിന്റെ പതാക വഹിക്കുന്ന MV GFX ഗാലക്സി എന്ന കപ്പലിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് ഒരു നാവികനെ കാണാതായിട്ടുണ്ട്. ഗുരുതരമായ കേടുപാടുകളും കപ്പലിന് സംഭവിച്ചുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. സമാധാന ധാരണ നടപ്പിലാകാൻ വീണ്ടും അവസരങ്ങൾ നൽകിയെങ്കിലും ഇറാൻ അത് അംഗീകരിക്കുന്നില്ലെന്നും സെൻട്രൽ കമാൻഡ് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത് ബുദ്ധിശൂന്യ നടപടിയെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം പങ്കുവച്ചാണ് പ്രതിരോധ സെക്രട്ടറിയുടെ മറുപടി. US സൈനിക നടപടിക്ക് പിന്നാലെ ഹോർമുസ് അടച്ചതായി IRGCയും അറിയിച്ചു. മറ്റൊരു കപ്പൽ കൂടി തടഞ്ഞുവെന്ന അവകാശവാദവും IRGC ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിലും ജോർദാനിലും US എയർബേസുകൾക്ക് നേരെയും IRGC ആക്രമണം നടത്തി. ജോർദാനിലെ US ഡ്രോൺ ഹാങ്ങറുകൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.